ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലയാറ്റൂർ യാത്രയുമായിട്ടാണ് എത്തുന്നത്. പെസഹ വ്യാഴാഴ്ച ഞങ്ങൾ പാലും അപ്പമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രാത്രിയോടാണ് മലയാറ്റൂരിലേക്ക് പുറപ്പെട്ടത്. അടിവാരത്തിന് മുമ്പുള്ള പള്ളിയാണ് വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മലയാറ്റൂർ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. കൊച്ചി നഗരത്തിൽ നിന്ന് 45 കിലോമീറ്റർ മാറി വടക്ക് കിഴക്കായിട്ടാണ് മലയാറ്റൂർ സ്ഥിതി ചെയ്യുന്നത്. മലയാറ്റൂർ മലമുകളിലെ സെൻറ് തോമസ് പള്ളി കേരളത്തിലെ ഒരു പ്രമുഖ ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രവുമാണ്. അതുപോലെ തന്നെ 3 ചെറിയ വാക്കുകളുടെ സംയോജനമാണ് മലയാറ്റൂർ എന്ന പേര്. മല അഥവാ പർവ്വതം, ആർ അല്ലെങ്കിൽ നദി, ഊര് അല്ലെങ്കിൽ സ്ഥലം, അതായത് മലയും പുഴയും കരയും സംഗമിക്കുന്ന സ്ഥലമാണ് മലയാറ്റൂര്. ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു പോലീസുകാരൻ ഞങ്ങളുടെ മുമ്പുള്ള വണ്ടിക്ക് കൈ നീട്ടിയിട്ട് പറഞ്ഞു ഇവിടെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ തൊട്ട് പുറകെ ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞു അവിടെ പാർക്കിംഗ് ഫുള്ളായി, നിങ്ങളിവിടെ വണ്ടി കയറ്റിയിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ പാർക്കിംഗ് സെറ്റായി. അങ്ങനെ നമ്മൾ അടിവാരത്തെത്തി. വളരെ മനോഹരമായ മാതാവിൻ്റെ ഒരു രൂപം, പിന്നെ 2 നക്ഷത്ര കവാടം, അടിവാരത്തിലേക്ക് കടക്കുകയാണ്. 2 സൈഡിലും ട്യൂബൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണുവാനായിട്ട്. അങ്ങനെ നടന്ന് നമ്മൾ പള്ളിയിലേക്ക് നീങ്ങുകയാണ്. ഗ്രൗണ്ടിൽ മുഴുവനും കച്ചവടക്കാരാണ് കേട്ടോ, പലതരത്തിലുള്ള. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ വന്നപ്പോൾ ഒത്തിരി അകലെയാണ് പാർക്കിംഗ് കിട്ടിയേക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 2 മണിയോട് കൂടിയായിരുന്നു ഞങ്ങൾ വന്നത്, ദുഃഖ വെള്ളിയാഴ്ച. അപ്പോൾ അവർ പറഞ്ഞ് വണ്ടിയൊന്നും കടത്തി വിടാൻ പറ്റില്ല, ഇറങ്ങി നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ദൂരെ വണ്ടി ഒതുക്കിയിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ മല കയറാൻ പോകുന്നത് എല്ലാവരും. അപ്പോൾ നമ്മളും പോവുകയാണ്. ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ആൻഡ്രയുടെ അത്രയുള്ളൊരു ചെറുക്കൻ കൊച്ച് വന്ന് തിരി കൊണ്ട് തന്നു കേട്ടോ. അവൻ പറഞ്ഞ് തിരി എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 4 സെറ്റ് തിരി മേടിച്ചു അവൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അടിവാരത്തിൽ എല്ലാവരും തിരി കൊണ്ട് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ തിരി മേടിച്ചുകൊണ്ട് വന്നേന്ന് പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ എത്തിയിരിക്കുന്നത് മലയാറ്റൂരാണ്. അപ്പോൾ മലയാറ്റൂരിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മല കയറുകയാണ്. ഇപ്പോൾ തിരക്ക് കുറവാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയമായതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് തിരക്ക് കുറവാണ്. വെളുപ്പിനാണ് നല്ല തിരക്ക്. അപ്പോൾ നമ്മൾ പയ്യെ നടന്ന് നീങ്ങുവാണ്. 1ാമത്തെ സ്ഥലത്തെത്തി. തിരി കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് മേലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വരുന്നത് കണ്ടോ. ഈ പ്രാവശ്യം ഭയങ്കര പൊടിയാണ്, നിറയെ കല്ലുകളിലൊക്കെ ഇരിക്കുന്ന കാണാം, പൊടിയാണ്. അപ്പോൾ മാസ്ക് എടുത്തില്ല ഞങ്ങൾ, അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു, ഈ പ്രാവശ്യം നല്ല പൊടിയുണ്ട്. അപ്പോൾ ഇനി എപ്പോഴും പോകുമ്പോൾ മാസ്ക് കരുതണം. കാരണം വെച്ചാൽ മഴ പെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് നല്ല പൊടിയാണ്. ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളം തീർന്നു പോയി. അപ്പോൾ ഇവിടെ സൈഡിലെല്ലാം ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം എടുക്കാൻ പോകുന്നതാണ് കാണുന്നത്. ഈ കത്തിക്കുന്ന തിരി അപ്പോൾ കിടത്തി വിടുക കേട്ടോ, അല്ലെങ്കിൽ ആളി കത്തും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ തിരി ഇങ്ങനെ ആളി കത്തുമായിരുന്നു. എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, കെടുത്താനുള്ള ആൾക്കാർ എല്ലാം ഉണ്ട്. അവരപ്പോൾ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തിരി കിടത്തി മാറ്റിയിടുകയാണ് ചെയ്യണേ. നാലാം സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുക കേട്ടോ, ഇവിടെ പാറയുടെ ഇവിടെ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്, കുറച്ച് നടന്നു കഴിഞ്ഞ് ഇരുന്നൊക്കെയാണ് എല്ലാവരും കയറുന്നത്. അപ്പോൾ ഞങ്ങളിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കയറാമെന്ന് ഓർത്ത് ഇരിക്കുകയാണ്.
മല കയറുമ്പോൾ പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറഞ്ഞാണ് നമ്മൾ കയറുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് പറഞ്ഞിട്ട് ആണ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മല കയറിപ്പോകുന്നത്. ചെറിയ കുരിശുകളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അവർ സൈഡിൽ കണ്ടു കാണുമല്ലോ, അവർ പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റെന്നും പറഞ്ഞ് നല്ല സ്പീഡിലാണ് ഓടിയാണ് മല കയറുന്നത്. കുരിശ് മാത്രമല്ല കേട്ടോ, പല തരത്തിലുള്ള കല്ലുകൾ, അതായത് വലിയ കല്ല്, ചെറിയ കല്ല്, ചില കുട്ടികളുടെയൊക്കെ കയ്യിൽ ഓരോ കല്ല് കൊടുക്കും മേലെ വരെ പിടിച്ചുകൊണ്ട് കയറാനായിട്ട്. അതുപോലെ തന്നെ ഒരു കൊച്ച് തോളയിൽ ഇത് വലിയ കല്ല് ചുവന്നുകൊണ്ട് കയറുന്നത് കണ്ടു. ഈ മല ഇറങ്ങി വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം വെച്ചാൽ കല്ലൊക്കെ നല്ല മിനുസാണ്, അത് പൊടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ലിപ്പാവും. 2-3 പേര് അങ്ങനെ സ്ലിപ്പായി വീണു. പക്ഷേ ഒന്നും പറ്റിയില്ല കേട്ടോ. നമ്മളെല്ലായിടത്തും തിരി കത്തിച്ച് പയ്യെ കയറി പോവാണ് കേട്ടോ. അങ്ങനെ താഴേന്ന് ചുവന്നുകൊണ്ട് വന്ന ചെറിയ കുരിശുകളും വലിയ കുരിശുകളൊക്കെ ഇവിടെ കൊണ്ട് വെക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. കൊന്തകളുണ്ട്, കുരിശ്, ചെറിയ കുരിശുകൾ, കുട്ടികളുടെ കയ്യിലൊക്കെ ചെറിയ കുരിശുകളാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ആൾക്കാർ കയറി വരുന്നുണ്ടോ. അങ്ങനെ നമ്മൾ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. മാർത്തോമ മണ്ഡപം. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. ആൾക്കാരിവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. പൈസ ഇട്ട് വഴിപാടെടുത്ത് മുത്തപ്പനെ തൊട്ട് പെട്ടെന്ന് തന്നെ നമ്മളോട് പറയും ഇറങ്ങിക്കോ എന്ന് പറയും. അവിടെ നമ്മുടെ കൂടെ വന്നേരം നോക്കി അവിടെ ഫ്രണ്ടിൽ നിൽക്കാൻ പോലും അവർ സമ്മതിക്കില്ല, കാരണം അത്രയും തിരക്കാണ്. പെട്ടെന്ന് തന്നെ മാറിക്കോ എന്നാണ് നമ്മളോട് പറയണേ. ഞങ്ങൾ പിന്നെ കുറച്ചങ്ങ് നീങ്ങി നിൽക്കുമായത്. അങ്ങനെ മല കയറി വന്നവർ വിശ്രമിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ നമുക്കവിടെ കുറേ നേരമൊക്കെ ഇരിക്കാം, കിടന്നുറങ്ങാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ മല ഇറങ്ങുന്നത്. പിന്നെ ആന കുത്തിയ പഴയ പള്ളി എന്ന് അറിയപ്പെടുന്ന മലയാറ്റൂർ പഴയ പള്ളി AD 1595 സ്ഥാപിക്കപ്പെട്ടതാണ്. മലയാറ്റൂർ 1968 മലനിബിഡമായിരുന്നു. അന്ന് ആനകൾ കുത്തി ഈ പള്ളിയുടെ പിൻഭാഗത്ത് സാരമായി നാശനഷ്ടങ്ങൾ വരികയും പിന്നീട് കേടുപാടുകൾ നീക്കി ആനകൾ കുത്തിയ ഭാഗം ഇന്ന് സംരക്ഷിച്ചു പോരുന്നു. അതാണ് നമ്മൾ പിൻഭാഗത്ത് കണ്ടത്. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നില്ല, കാരണം അവരത് ഇതായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മളിവിടെ കാണുന്ന പൊൻകുരിശ് ദുഃഖിതനായി ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന തോമസ്ലീഹ പാറയിൽ തൊട്ടപ്പോൾ പൊൻകുരിശ് ഉയർന്നു എന്നാണ് ഐതിഹ്യം. ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള പൊൻകുരിശ് ഇതിൻ്റെ പ്രതീകമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുത്തപ്പൻ്റെ പാദമുദ്ര പതിഞ്ഞിരിക്കുന്നതാണ്, മാർക്ക് ചെയ്തിട്ടുള്ളതാണ് പാദമുദ്ര. നമ്മളവിടെ പ്രാർത്ഥിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മല ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മല ഇറങ്ങാൻ നേരത്ത് പൊന്നിൻ കുരിശ് മുത്തപ്പോ പൊന്മല ഇറക്കുമെന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് അടിവാരം കാണാൻ പറ്റും. അടിവാരത്തിൻ്റെ ഭാഗമാണിത്.
കുരിശുകൾ ചുമന്നുകൊണ്ട് ആളുകൾ വന്ന് തുടങ്ങി കേട്ടോ. വലിയ കുരിശാണിത്. അപ്പോൾ അവർ അത് ചുവന്ന് അവിടെ ഈ ടാങ്കും പിന്നെ ഈ ലൈറ്റിൻ്റെ ഇത് നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി ജാമായി. കുരിശ് ചുവന്നുകൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഈസ്റ്ററിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടെ കുരിശുമുടിയിലെ പെരുന്നാൾ, അതായത് പുതുഞായറാഴ്ച. വർഷം മുഴുവനും ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കാറുണ്ട്. എന്നാൽ നോമ്പുകാലത്ത് അവർ വലിയ കൂട്ടമായി എത്തുന്നു. പുണ്യവാരത്തിലെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് പെസഹ, വ്യാഴം, ദുഃഖവെള്ളി ദിവസങ്ങളിൽ നിരവധി ഭക്തർ കുരിശും ചുമന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ നടന്നാണ് ദേവാലയത്തിൽ എത്തുന്നത്. ചില കുരിശുകൾക്ക് 75 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും ഉണ്ട്. ഒരു പൊന്നും കുരിശു മുത്തപ്പോ പൊന്മല കയറ്റം എന്ന പ്രാർത്ഥനയോടാണ് കുരിശു ചുമന്ന് മല കയറുന്നത്. വീണ്ടും ഞങ്ങൾ താഴെ എത്തി, മല ഇറങ്ങി താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ബൈ.